أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1287 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 61, 62 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. സൂറത്തുൽ നംലിലെ 61, 62 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിലെ ചരിത്ര സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള വിവരണങ്ങളെ തുടർന്ന് വളരെയേറെ ആശയസമ്പുഷ്ടമായ അർത്ഥഗാംഭീര്യമുള്ള ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടുകയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത്. ഇന്നലെ നമ്മൾ പഠനം തുടങ്ങിയ ആ ഭാഗം, അവിടുന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകൾ വളരെയേറെ ആശയസമ്പുഷ്ടതയുള്ള, വളരെയേറെ ചിന്തോദ്ദീപകമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഒരു നിർദ്ദേശം നൽകുന്നത് നമ്മൾ കണ്ടു. പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പറയുക: അൽഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി ലദീന ഇസ്തഫ. അല്ലാഹുവിനാണ് സർവസ്തുതിയും അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരായ ദാസന്മാർക്ക് ശാന്തി സമാധാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രഭാഷണം തുടങ്ങുന്നത്. എന്നിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം: അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അള്ളാഹുവാണോ ഉത്കൃഷ്ടനും ശ്രേഷ്ഠനുമായിട്ടുള്ളത്? അതല്ല, അവര് അള്ളാഹുവിനോടൊപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പങ്കാളികളാണ്, ശരീക്കുകളാണ്. ഈ ചോദ്യം ഉന്നയിച്ചതിന് ശേഷം വളരെ പ്രസക്തമായ ചോദ്യങ്ങള് അള്ളാഹുവിന്റെ ഔന്നത്യത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിലും അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന വിധത്തിലും ഉന്നയിക്കപ്പെടുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ.
ഇന്നലെ നമ്മൾ വായിച്ച രണ്ടാമത്തെ ആയത്തില് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം മക്കയിലെ നിഷേധികളെ മുൻനിർത്തിക്കൊണ്ടാണ്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയുണ്ടായത് ആരാണ്? വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് നിങ്ങൾക്കായി മഴ വർഷിപ്പിച്ചു തന്നത് ആരാണ്? ഫഅംബത്നാ ബിഹി ഹദാഇഖ, എന്നിട്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ദാത്ത ബഹിജത്തിൻ, അതീവ സുന്ദരമായ ഉദ്യാനങ്ങളും തോട്ടങ്ങളും ഒക്കെ മുളപ്പിച്ചുണ്ടാക്കി തയ്യാറാക്കി തന്നിട്ടുള്ളത് ആരാണ്? മാഖാനലക്കും അൻ തുംബിതു ഷജറഹ, ഈ ഉദ്യാനങ്ങളിലെയും തോട്ടങ്ങളിലെയും വൃക്ഷങ്ങളെ മുളപ്പിച്ചുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ലല്ലോ. അഇലാഹും മഅല്ലാഹ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അള്ളാഹുവിനോടൊപ്പം നിങ്ങളുടെ ഈ ശരീക്കുകൾക്ക് നിങ്ങൾ ഇലാഹാണെന്ന് വിളിക്കുന്ന ഈ പ്രതിഭാസങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം വല്ല ഇലാഹും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലുണ്ടായിരുന്നോ? വൽഹും ഖൗമുൻ യഅദിലൂൻ, ഇങ്ങനെയല്ല. യാഥാർത്ഥ്യം അവര് അടിസ്ഥാനരഹിതമായി തന്നെ അള്ളാഹുവിനോട് തുല്യരായി പലരുമുണ്ട് എന്ന് സങ്കല്പിച്ചുണ്ടാക്കി സ്വയം വഴികേടിലാവുന്നവരാണ് എന്നാണ് അള്ളാഹു ആ ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങളോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള പ്രഭാഷണം ഇതേപോലെ വളരെ ഗാംഭീര്യമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതാണ്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളൊന്ന് ശ്രദ്ധാപൂർവം നമുക്ക് പഠന വിധേയമാക്കാം. അമ്മൻ ജഅലൽ അർള ഖറാറ, അള്ളാഹു ചോദിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ എന്ന പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ബഹുദൈവത്വത്തിന്റെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ആരാധ്യന്മാരായിട്ട് അവരെ സങ്കല്പിച്ചു കൊണ്ട് നടക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ സംഗതികൾക്കൊക്കെ എന്ത് തരത്തിലുള്ള ദിവ്യത്വമാണ് ഉള്ളത് എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, മഴ ഇറക്കിയത്, സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇതൊക്കെയും തന്നെ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവാണ്. നിങ്ങളുടെ ഈ ശരീക്കുകൾ എന്ത് ചെയ്തു? അവർക്ക് ഈ ദൈവിക നടപടികളിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ? ഇതാണ് ചോദ്യം. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തിന്റെ തുടക്കം നോക്കാം. അമ്മൻ ജഅലൽ അർള ഖറാറ, ഭൂമിയെ വാസയോഗ്യമായ വിധത്തില് സ്റ്റെബിലിറ്റി ഉള്ളതാക്കി നിർത്തിയത് ആരാണ്? ശൂന്യാകാശത്ത് തൂങ്ങിക്കിടക്കുന്ന, ഒന്നുമായിട്ടും ഘടിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത തൂങ്ങിക്കിടക്കുന്ന ഒരു ഗോളമാണല്ലോ. ആ ഭൂമിക്ക് ആടി ഉലയുന്ന ഒരു പ്രതിഭാസമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ കറാറായിട്ട് സ്റ്റേബിൾ ആയിട്ട് അതിനെ നിർത്തിയിട്ടുള്ളത് ആരാണ്? അതിന്റെ കറക്കം ഇരിക്കെ തന്നെ അത് അതിനകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അധിവസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അത് അടിമേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അത് അതിന്റെ കേന്ദ്രീകൃതമായ ഒരു സ്റ്റെബിലിറ്റിയിൽ നിലകൊള്ളുന്നു. അത് ഇളകിയാടുകയോ ഉലഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആകെ അടിമേൽ മറിയുകയോ ചെയ്യുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. മനുഷ്യന് ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് അധിവസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഖറാർ, ഒരു സ്റ്റെബിലിറ്റി ഭൂമിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വാസയോഗ്യമായിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യം അമ്മൻ ജഅലൽ അർള ഖറാറ, ഭൂമിയെ ആ വിധത്തിൽ വാസയോഗ്യമായി അതിനെ സ്റ്റേബിൾ ആക്കി നിർത്തിയിട്ടുള്ളത് ആരാണ്? നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകൾക്ക് വല്ല പങ്കും ഈ കാര്യം ചെയ്യുന്നതിലുണ്ടായിരുന്നു? അമ്മൻ ജഅലൽ അർള ഖറാറ, അള്ളാഹു അല്ലാത്ത മറ്റേത് ആരാധ്യന്മാരെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും അറിയാം അവരുടെ ആ ശരീക്കുകൾ, അവരുടെ ആ ആരാധ്യന്മാര്, അവർക്ക്
ഈ കാര്യങ്ങളിലൊന്നും യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്ന്, അതിനൊന്നും സാധിക്കുന്ന വിധത്തിലുള്ള സൃഷ്ടി വൈഭവമുള്ളവരായിരുന്നില്ല അവയൊന്നും തന്നെ. അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അമ്മൻ ജഅലൽ അർള ഖറാറ, ഭൂമിയെ ഈ വിധത്തില് വാസയോഗ്യമായ വിധത്തിൽ അതിനെ സന്തുലിതമാക്കി നിർത്തിയിട്ടുള്ളത് ആരാണ്? വജഅല ഖിലാലഹ അൻഹാറ, എന്നിട്ട് അതിലങ്ങിങ്ങായിട്ട് അതിന്റെ പല ഖണ്ഡങ്ങൾക്കും ഇടയിലായിട്ട് അവൻ അരുവികളെ ഒഴുക്കിവിട്ടിരിക്കുന്നു, നദികളെ ഒഴുക്കിയിരിക്കുകയാണ്. വജഅല ഖിലാലഹ അൻഹാറ, ഭൂമിയുടെ പല ഖണ്ഡങ്ങളെ, അരുവികളും സമുദ്രങ്ങളും ഒക്കെയാണ് ഭൂമിയെ ഖണ്ഡങ്ങളാക്കി മാറ്റുന്നത്. അപ്പോ ഭൂമിക്കിടയിലൂടെ, ഭൂമിയുടെ പല ഖണ്ഡങ്ങൾക്കിടയിലൂടെയായിട്ട് ഒഴുകുന്ന അരുവികളെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വെച്ചിരിക്കുന്നു. വജഅല ഖിലാലഹ അൻഹാറ വജഅല ലഹ റവാസിയ, അതേപോലെ ഭൂമിയെ സ്റ്റേബിളാക്കി നിർത്തുന്ന, അതിന്റെ സന്തുലിതത്വത്തിൽ നിർത്തുന്ന വിധത്തില് അവൻ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, രണ്ട് ജലാശയങ്ങൾക്കിടയില്, രണ്ട് സമുദ്രങ്ങൾക്കിടയില് അവൻ ഒരു തടസ്സം വെക്കുകയും ചെയ്തിരിക്കുന്നു. ശുദ്ധജലമൊഴുകുന്ന, ശുദ്ധജലമുള്ള ജലസ്രോതസ്സുകളും ഉപ്പ് ജലമുള്ള ജലസ്രോതസ്സുകളും പരസ്പരം കൂടിക്കലരാതെ സമുദ്രത്തിന്റെ മധ്യത്തിൽ പോലും ശുദ്ധജലം ലഭ്യമാകുന്ന ഉറവകള് സ്ഥാപിച്ചിരിക്കുകയാണ്. സമുദ്രങ്ങൾ പരസ്പരം ഉപ്പും വെള്ളവും ശുദ്ധജലവും കൂടിക്കലരാത്ത വിധത്തില് ഒരേ സ്ഥാനത്ത് തന്നെ നിലക്കൊള്ളുന്നത് നമ്മൾ ആധുനിക കാലഘട്ടത്തിലെ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് പല വീഡിയോസിലും നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് സമുദ്രത്തിന്റെ അങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ, ശുദ്ധജലവും ഉപ്പുജലവും കൂടിക്കലരാത്ത വിധത്തിൽ ഒരേ പോയിന്റിൽ മേളിക്കുന്ന കാഴ്ചകളെ കുറിച്ചൊന്നും മനുഷ്യർക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ജലസ്രോതസ്സുകള്, സമുദ്രത്തില് ശുദ്ധജല സ്രോതസ്സുകൾ പലയിടത്തും ഉണ്ടായിരുന്നത് യാത്രികര് അക്കാലത്ത് തന്നെ ഉപയോഗപ്പെടുത്താറുമുണ്ടായിരുന്നു. യാത്രക്കിടയിൽ ആവശ്യമായിരുന്ന ശുദ്ധജലം കടലിന്റെ മധ്യത്തിൽ പലയിടത്തുമായിട്ട് അവർക്ക് ലഭ്യമായിരുന്നു എന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യം, വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, രണ്ട് സമുദ്രങ്ങൾക്കിടയില്, രണ്ട് ജലാശയങ്ങൾക്കിടയില് ഒരു തടസ്സം വെച്ചിട്ടുള്ളത് അവനാണ്. അതില് ഈ ഇലാഹുകൾക്ക് വല്ല പങ്കുണ്ടോ? ആ ഇലാഹും അള്ളാഹുവിനോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതില് വല്ല ഇലാഹുകളും രംഗത്തുണ്ടായിരുന്നോ? നിങ്ങൾ ഈ സങ്കല്പിച്ചുണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീക്കുകൾ ആരെങ്കിലും പ്രപഞ്ചത്തെ ഈ വിധത്തിൽ സംവിധാനിക്കുന്നതിന് അള്ളാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നോ? ബൽ, ഒരിക്കലുമില്ല, അങ്ങനെ ആയിരുന്നേ ഇല്ല. അക്സറുഹും ലാ യഅലമൂൻ, ഇവര് അധിക പേരും വിവരം കെട്ടവരാണ് എന്നതാണ് വസ്തുത. അക്സറുഹും, ഇവരിൽ അധിക പേരും ലാ യഅലമൂൻ, ഒന്നും അറിയാത്തവരാണ്, അറിവില്ലാത്തവരാണ്, അജ്ഞരാണ്. ഇവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇവര് പരാമർശിക്കുന്ന തരത്തിലുള്ള ശരീക്കുകള് ഏത് അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിക്കുന്ന ഏത് ദൈവത്തിന്റെ കാര്യം എടുത്താലും അവർക്കൊക്കെ ഒരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. പക്ഷെ ഈ പ്രപഞ്ചം ഈ വിധത്തിൽ സംവിധാനിക്കുന്ന ഘട്ടത്തിൽ അവർ എവിടെ ഉണ്ടായിരുന്നു? അതിന് രൂപകൽപ്പന ചെയ്യപ്പെടുന്ന ഘട്ടത്തില് അള്ളാഹുവിനോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായിട്ട് ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെയാണ് ഇവര് ആരാധ്യന്മാരായി, ഇലാഹുകളായി മാറുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ മർമ്മം. അക്സറുഹും ലാ യഅലമൂൻ, വസ്തുത ഇതാണ്, ഇവരിൽ ഏറെ പേർക്കും അറിവില്ല,
അജ്ഞരാണ് അവര് എന്നതാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ. ഇനി മറ്റ് വേറെ പ്രസക്തമായ ഒരു ചോദ്യം അല്ലാഹു ഉന്നയിക്കുകയാണ്. ആരാണ് ഒരു ക്ലേശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇദാ ദഅാഹു, അവന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അവന് ഉത്തരം ചെയ്യുന്നത് ആരാണ്? സമുദ്രത്തിലായാലും കരയിലായാലും ഒരു ക്ലേശതയിൽ അകപ്പെട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള് അവന്റെ കഠിനമായ പ്രയാസങ്ങൾക്കിടയിൽ സഹായത്തിനായിട്ട് വിളിച്ചു കേഴുകയാണ്. ആരാണ് അതിന് ഉത്തരം ചെയ്യുക? ഈ ഇലാഹുകൾ ആരെങ്കിലും അവന്റെ സഹായത്തിനായിട്ട് ഓടിയെത്തുമോ? അവന്റെ സഹായത്തിന് വല്ല, അവന്റെ പ്രാർത്ഥനയ്ക്ക്, അവന്റെ വിളിച്ച് ഉള്ള തേട്ടത്തിന് വല്ല ഉത്തരവും നൽകുമോ? അതോ അവനെ കേൾക്കുന്നത് അവന്റെ സ്രഷ്ടാവായ അള്ളാഹു മാത്രമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. മുൽത്തർ എന്ന് പറഞ്ഞാൽ ഒരു കഠിനമായ ഗതികേടിൽ പെട്ടുപോയ ഒരാള്, ഒരു രക്ഷാമാർഗം കാണാതെ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ ഒരാളെയാണ് മുൽത്തർ എന്ന വാക്ക് പരാമർശിക്കുന്നത്. ആരാണ് ഒരു മുൽത്തർ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ ഇദാ ദഅാഹു, വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ ഉത്തരം ചെയ്യുന്നവനായിട്ടുള്ളത്? വയക്ഷിഫു സൂഅ, എന്നിട്ട് അവന്റെ ആ ദുരിതം നീക്കി കൊടുക്കുന്നതും ആരാണ്? അതീവ പ്രയാസകരമായ ഒരു കഠിനമായ ഒരു പ്രതിസന്ധിയിൽ ഒരാൾ അകപ്പെടുകയാണ്, ഒരു ദുരിതത്തിൽ അകപ്പെടുകയാണ്. അങ്ങനെ അയാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആർക്കാണ് ആ ദുരിതം നീക്കി കൊടുക്കാൻ സാധിക്കുക? വയക്ഷിഫു യക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാ. അതുപോലെ നിങ്ങളെ ഭൂമിയിലെ, നാട്ടിന്റെ കൈകാര്യകർത്താക്കളായിട്ട് പ്രതിനിധികളാക്കി മാറ്റിയിട്ടുള്ളത് ആരാണ്? വയജഅലുകും ഖുലഫാ അൽ-അർദ്. ഖുലഫാ അൽ-അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തിന്റെയോ നാടിന്റെയോ കൈകാര്യകർത്താക്കളായ പ്രതിനിധികൾ. ആരാണ് നിങ്ങളെ ഒരു പ്രദേശത്തിന്റെ മേൽ അധികാരവും സ്വാധീനവും നിയന്ത്രണവും ഉള്ളവരാക്കിയിട്ടുള്ളത്? അത് ഈ ദൈവങ്ങളായിരുന്നോ അതോ അള്ളാഹുവായിരുന്നോ? ഇതിന്റെ ആസൂത്രകൻ ആരാണ് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ശരീക്കുകൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഭൂമിയുടെ ഖുലഫാ ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥാനവും പദവിയും അധികാരവും സ്വാധീനവും ഒക്കെയുള്ള വിധത്തില് നിങ്ങളെ നിയോഗിച്ചയച്ചിട്ടുള്ളത് ആരാണ്? വയജഅലുകും ഖുലഫാ അൽ-അർദ് അഇലാഹും മഅല്ലാഹ്. ഇതൊക്കെ ചെയ്യുന്നതില് അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നോ? അഇലാഹും മഅല്ലാഹ്. അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല ഇലാഹുമുണ്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതില്? ഖലീലൻ മാ തദക്കറൂൻ. വളരെ പരിമിതമായിട്ട് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നു പോലുമുള്ളൂ. വളരെ പരിമിതമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ആലോചനയുള്ളൂ, ചിന്തയുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വളരെ മൗലികമായ ആലോചനക്കും ചിന്തക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള വളരെ ചിന്തോദ്ദീപകമായ ചോദ്യങ്ങളാണ് അള്ളാഹു ഇവിടെ ഉയർത്തുന്നത്. പ്രപഞ്ച സൃഷ്ടിപ്പുമായിട്ട് ഇവർക്ക് ആർക്കും ഒരു ബന്ധവുമില്ല എന്നത് അള്ളാഹുവിനെ അറിയുന്നില്ലെങ്കിലും ഈ ആരാധ്യന്മാരെ അറിയുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം ഈ ആരാധ്യന്മാർക്കൊക്കെ ഒരു തുടക്കമുണ്ട്. ആ തുടക്കം ഉണ്ടാകുന്നതിന്റെ എത്രയോ മുന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആരാധ്യന്മാർക്കൊക്കെ ഒരു ഒടുക്കവുമുണ്ട്. അപ്പോ ഈ സമയക്രമത്തിനകത്തല്ല ഈ ദൈവിക നടപടികളൊന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി അവര് എന്തെങ്കിലും വിധത്തിലുള്ള പങ്കാളിത്തം വഹിക്കുകയുണ്ടായിട്ടുണ്ടോ ഈ കാര്യങ്ങളിൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ? ഇനി പോകട്ടെ, ഒരു മനുഷ്യൻ അതിഭീകരമായ ഒരു അവസ്ഥയിൽ പെട്ടുപോകുന്നു, എന്നിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആരുണ്ട് അവന് ഉത്തരം നൽകാൻ? അള്ളാഹു അല്ലാതെ. അവനെ സാന്ത്വനിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ
ആശ്വസിപ്പിക്കാൻ, അവൻ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ, ആ പ്രതിസന്ധി അവന് നീക്കിക്കൊടുക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആരാണുള്ളത്? അള്ളാഹുവിനോടൊപ്പം ആ കർത്തവ്യം നിർവഹിക്കുന്നതിൽ വേറെ ആർക്കെങ്കിലും, വേറെ വല്ല ഇലാഹനും പങ്കുണ്ടോ എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഖലീലമ്മാ തദക്കറൂൻ, വളരെ പരിമിതമായി മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബഹുദൈവത്വത്തിന്റെ ആളുകളായി നിലകൊള്ളുന്നവര് ഈ വിഷയം വളരെ ഗഹനമായി മനസ്സിലാക്കുകയും തിരിച്ചറിവ് നേടുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ആയത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തുടർന്നും വളരെ പ്രാധാന്യമുള്ള ഇത്തരം വിഷയങ്ങൾ അല്ലാതെ ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിൽ കൊണ്ടുവരാവുന്നതാണ്. ഋതുഭേദങ്ങൾ, കാലാവസ്ഥയിൽ അള്ളാഹു മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, രാവും പകലും മാറിക്കൊണ്ടിരിക്കുന്നത്, മഴ നിർണിതമായ അളവിൽ ലഭ്യമാക്കപ്പെടുന്നത്, ഇതിലൊക്കെ തന്നെ ആരാണ് അതിന്റെ ആസൂത്രകനായിട്ടുള്ളത് എന്നത് തീർച്ചയായിട്ടും ഇതിന്റെ നിരന്തരമായി ഗുണം പറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യര് ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ചില ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ എത്തിയതുണ്ട്, ഞാനത് പരാമർശിക്കാം. ഒന്ന് ഡോക്ടർ പി ജുബൈർ സാഹിബ് ഉന്നയിച്ച ചോദ്യമാണ്. ഇൽമും മിനൽ കിതാബ് എന്ന പ്രയോഗം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ബൽഖൈസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടു കൊടുക്കാൻ ആർക്ക് സാധിക്കും എന്ന് ചോദിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദജ്ഞാനമുള്ള ഒരാൾ അത് നൽകി, അത് കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് എത്തിക്കാമെന്ന് പറയുകയും തൽക്ഷണം അവിടെ എത്തിക്കുകയും ചെയ്തു എന്നൊരു പരാമർശമുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇവിടെ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? അത് വേദഗ്രന്ഥം എന്നാണോ? അതല്ല സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തിന്റെ മുന്നേറ്റവും ഒക്കെ ഉൾപ്പെടുന്ന വൈജ്ഞാനിക ലോകത്തെ പരാമർശിക്കുന്നതാണോ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഈ ഞൊടിയിടയിൽ ടെലിപോർട്ടേഷൻ ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ആരെങ്കിലും സ്വായത്തമാക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. നമുക്ക് അറിയുന്നിടത്തോളം ചരിത്ര സ്രോതസ്സുകളും നാഗരിക ചരിത്രത്തെക്കുറിച്ചുള്ള ലിഖിതമായ രേഖകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അങ്ങനെ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ മുന്നേറ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞൊടിയിടയിൽ കണ്ണ് ഇമ വെട്ടി തുറക്കുന്നതിനിടയിൽ 1500 മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു സിംഹാസനം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ എത്തിക്കാൻ വേണ്ട സാങ്കേതിക സംവിധാനം അറിയപ്പെടുന്നിടത്തോളം ആ കാലഘട്ടത്തിൽ ആർക്കും ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി ആർക്കെങ്കിലും അത് ലഭ്യമായിരുന്നു, പിന്നീട് അത് മൺമറഞ്ഞു പോയതാണ് എന്നൊക്കെ അനുമാനിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അത് ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമീപനമാണ്. അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകൾ, പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രായോഗികമാക്കി കൊടുത്തിട്ടുള്ള ചില മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാം ചെങ്കടലില് വടികൊണ്ട് അടിച്ചപ്പോ കടല് പിളർന്നു മാറിയത് വേലിയേറ്റമാണ് അല്ലെങ്കിൽ വേലിയിറക്കമാണ് എന്ന വിധത്തില് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ചിലര് ശ്രമിക്കാറുണ്ട്.
അതുപോലെ വടി തറയിലിട്ടപ്പോ പമ്പായതും കൈ കക്ഷത്ത് വെച്ചെടുത്തപ്പോ വെട്ടിത്തിളങ്ങുന്നതായതും അതുപോലെ പല സംഗതികളെയും അതിന്റെ ദൈവികതയോ അല്ലെങ്കിൽ അതിന്റെ അസാധാരണത്വമോ നമുക്ക് ഒറ്റയടിക്കങ്ങ് സ്വീകാര്യമാവാത്ത വിധത്തിലുള്ള ഒരു സമീപനം അതിനോട് പലരും സ്വീകരിക്കാറുണ്ട്. ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് ഇത് വളരെ അസാധാരണത്വമുള്ള വിധത്തില് ദൈവികമായ ഒരു സാധ്യത സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി നടപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ചിന്തയിലോ അന്വേഷണത്തിലോ സാധ്യമായിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ 1500 മൈൽ അപ്പുറത്തുള്ള ഒരു ഓബ്ജക്റ്റ് ഇവിടെ എത്തിക്കുക എന്നത് ആ കാലഘട്ടത്തിൽ എന്നല്ല ഇന്ന് നമ്മളുടെ കാലഘട്ടത്തിൽ പോലും നമുക്കത് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. മെസ്സേജ് അയക്കാന്, ടെക്സ്റ്റ് അയക്കാൻ, ഇമേജസ് അയക്കാനൊക്കെ നമുക്ക് സംവിധാനമുണ്ട്. പക്ഷെ ഒരു ഓബ്ജക്റ്റ് അങ്ങ് അയക്കാൻ അതിന് സാങ്കേതികമായിട്ട് അങ്ങനെ എത്ര വേഗതയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇന്നും ആയിട്ടില്ല. അപ്പോ ഇതുപോലെയുള്ള ധാരാളം മുഅ്ജിസാത്തുകൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ അതിനെ സ്വാഭാവികമായിട്ട് മനുഷ്യന് ആർജിക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ട് നോക്കിക്കണ്ട് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഉള്ള സേവനത്തില് അള്ളാഹു അണിനിരത്തിയിട്ടുണ്ടായിരുന്ന സൃഷ്ടിജാലങ്ങളില് ജിന്നുകളും മനുഷ്യരും പക്ഷികളും ഒക്കെ പോലെ ഉള്ള പല പ്രതിഭാസങ്ങളും ഉണ്ടായിരുന്നു. അവയിൽ ഏതോ ഒരാൾക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും അതില് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സൂക്ഷ്മത ഉള്ള ഒരു സമീപനം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കതിൽ അഭിപ്രായം പറയാൻ നമ്മുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള പിൻബലവും ഇല്ല. അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ചിന്മയ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു മറുപടിയോട് പ്രതികരിച്ചുകൊണ്ടുള്ളതാണ്. അദ്ദേഹം പരബ്രഹ്മം എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതിനോട് കമന്റ് ചെയ്ത് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. അദ്വൈതം എന്നത് ഒരു കുയുക്തി മാത്രമാണ്. എല്ലാറ്റിലും ദിവ്യത്വമുണ്ട്, ദൈവമില്ലാത്ത ഒരിടമില്ല എന്ന് പറയുന്ന ഒരു സമീപനം. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ കുയുക്തി ഏറ്റവും പറയുന്നത് ഇസ്ലാമിക പ്രചാരകർ തന്നെയാണ്. അവർ പറയുന്നത് അള്ളാഹുവിന് പരിമിതനാവാൻ കഴിയില്ല എന്നാണ്. സുന്നി വോയിസ് എന്ന ക്ലബ് ഹൗസ് റൂമിൽ ചോദിച്ചാൽ അറിയാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായി ഈ സുന്നി വോയിസ് എന്ന ക്ലബ് ഹൗസിൽ ആ റൂമില് ഞാൻ കയറാറില്ല. ഞാൻ ആകെ ക്ലബ് ഹൗസിൽ അപ്പിയർ ചെയ്യാറുള്ളത് നമ്മുടെ ഈ ഖുർആൻ പദം എന്ന ഈ ക്ലബ് റൂമിൽ മാത്രമാണ്. എനിക്കതിന് മാത്രം സമയവും അതവിടെ ഇരിക്കട്ടെ. ക്ലബ് ഹൗസിൽ സുന്നി വോയിസ് എന്ന് പറഞ്ഞ റൂമിൽ നടക്കുന്ന സംഭവങ്ങള് എന്തോ ആവട്ടെ. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു പ്രതികരണം പറയാം. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങള് അതിന്റെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നതാണ്. അള്ളാഹുവിന് പരിമിതിയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം, ഈ ഇടം, ഈ ഭൂമി, ഈ ലാൻഡ് എന്റെ ഉടമസ്ഥതയിലാണ് എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. എന്റെ ഉടമസ്ഥതയിലായിരിക്കെ തന്നെ ഞാനിപ്പോ താമസിക്കുന്ന ഈ വീട് വളപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ സ്ഥലം, അതിലെ എല്ലാ കാര്യങ്ങളും എന്റെ നിയന്ത്രണത്തിലാണ്. എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാൻ ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഇവിടെ തന്നെ തുടരുന്നിടത്തോളം കാലമൊക്കെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഈ
മണ്ണില് ഈ ഞാനിപ്പോ വീട് വെച്ച് താമസിക്കുന്ന ഈ പ്രദേശത്ത് അതിന്റെ ഓരോ മണൽത്തരിയും അതിലുള്ള ഓരോ പ്രതിഭാസവും എന്റെ അറിവോട് കൂടിയോ എന്റെ നിയന്ത്രണത്തിലുള്ള വിധത്തിലോ ഒന്നുമല്ല. ഇവിടെ മണ്ണില് തുരന്ന് മാളമുണ്ടാക്കുന്ന പെരിച്ചാഴികൾ ഉണ്ടാകും. ഇവിടെ വൃക്ഷങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെള്ളു പോലെയുള്ള ജീവികൾ ഉണ്ടാകും. പാമ്പോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിലൂടെ അഴിഞ്ഞു നടക്കുന്നുണ്ടാകും. ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടോ എന്റെ അറിവിലോ ഒന്നുമല്ല. എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ട് പോലും എനിക്ക് അതിന്റെ മേലൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. ഇതെന്റെ പരിമിതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്റെ പരിമിതിയാണ്. ഞാനിവിടെ ഉണ്ടായിട്ട്, എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ ഭൂമിയുടെ ഉടമസ്ഥത എനിക്കാണ് എന്ന രേഖ പോലും എന്റെ കയ്യിലുണ്ടായിട്ടും ആ ഭൂമിയിൽ എനിക്ക് ഒരുപാട് പരിമിതികളാണുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ കാര്യം, ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അതിനെ നിരന്തരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അതിനു വേണ്ട കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹു ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഭൂമി തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഭൂമി ഉണ്ടാകുന്നതിന് പോലും കാരണം അവന്റെ അസ്തിത്വമാണ്. സമ്പൂർണമായിട്ട് ഇതിന്റെ മേലുള്ള അധികാരം അവനാണ്. ആരൊക്കെ ഇത് വില കൊടുത്ത് വാങ്ങിയാലും അതിനെ ഉടമപ്പെടുത്തിയാലും ഈ ഭൂമി അവൻ്റെതാണ്. ഇനി നിങ്ങളൊന്ന് പറയൂ, ഇവിടെ ആരാണ് പരിമിതിയുള്ള ആള്? ഇവിടെ സാന്നിധ്യമുള്ള ഞാനാണോ ഈ ഭൂമിയിൽ സാന്നിധ്യമില്ലാത്ത ഇതിന്റെ സ്രഷ്ടാവാണോ? ആർക്കാണ് പരിമിതി ഉള്ളത്? ഞാൻ ഈ ഭൂമിയുടെ ഉടമസ്ഥനായിട്ട് അതിന്റെ രേഖ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിന്റെ മേൽ എന്റെ നിയന്ത്രണം എത്ര പരിമിതാണ്. പക്ഷെ ഇവിടെ ഈ ഭൂമിയുടെ ഭാഗമായിട്ടല്ലാതെ ഈ ഭൂമിയുടെ സൃഷ്ടാവും നിയന്ത്രകനും ഒക്കെ ആയിട്ടുള്ള അള്ളാഹു ഇതിന്റെ മേൽ സമ്പൂർണമായ അധികാരമുള്ളവനും ഇതിലെ ഓരോ മണൽത്തരിയും പ്രവർത്തനക്ഷമമാകുന്നത് അവന്റെ നിർദ്ദേശപ്രകാരവുമാണ്. ആർക്കാണ് പരിമിതി? നിങ്ങൾ പറ. ആർക്കാണ് പരിമിതി? ഇവിടെ ഉള്ളവനാണോ അതോ ഇവിടെ ഈ ഭൂമിയുടെ ഭാഗമായിട്ടല്ലാതെ നിലകൊള്ളുന്നവനാണോ? അപ്പോ നിങ്ങളുടെ സിലോജിസത്തിൽ ഇങ്ങനത്തെ ഫൂളിഷായ ആർഗ്യുമെന്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. സുന്നി വോയിസ് എന്ന വിധത്തിലുള്ള ആ ക്ലബ് ഹൗസിൽ നടന്നിട്ടുള്ള ആ സംസാരം അള്ളാഹുവിന് ഉണ്ടാവുകയില്ല, പരിമിതികൾക്ക് അതീതനാണ് അള്ളാഹു എന്ന് പറയുന്നത് കൃത്യമാണ്, ശരിയാണത്. അതിൽ യാതൊരു തെറ്റുമില്ല. അള്ളാഹു ഈ ഭൂമിയുടെ ഭാഗമായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന് പരിമിതി ഉണ്ട് എന്നല്ല, പരിമിതികൾക്ക് അതീതനാണ് അവൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനുള്ള ഒരു പിൻബലമായിട്ട് ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്, ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്താണ്. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: വസിയ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്. അവന്റെ അധികാരത്തിന്റെ സിംഹാസനം, അവന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേലിൽ വ്യാപിച്ചു കിടക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവന്റെ നിയന്ത്രണമാണ് ഇതിന്റെ മേൽ പൂർണ്ണമായിട്ടും. ഇത് ഉണ്ടാവുന്നത് അവന്റെ കൽപ്പന പ്രകാരമാണ്. ഇനി ഒരു നാൾ നശിച്ചു പോകുന്നതും അവന്റെ കൽപ്പന പ്രകാരമാണ്. ഇതിന്റെ എക്സിസ്റ്റൻസ്, ഇതിന്റെ അസ്തിത്വം തന്നെ അവനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അവനുണ്ടായിരുന്നില്ലെങ്കിൽ ഇതില്ല. അപ്പോ പരിമിതിയാണോ അവന്റെ സമ്പൂർണമായ വ്യാപ്തിയാണോ കാര്യങ്ങളിൽ ഇവിടെ പ്രകടമാക്കപ്പെടുന്നത്? അപ്പൊ നിങ്ങളുടെ ഈ സിലോജിക്ക് കൊണ്ട്, ഈ സിലോജിസം കൊണ്ട് നിങ്ങളുടെ അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല. ഭാരതീയ ദർശനം ഇത്രയും വൃത്തികെട്ട ശവപ്പറമ്പായി മാറിയത് ഈ വിധത്തിലുള്ള സിലോജിസം ആശ്രയിച്ചുകൊണ്ട് അവര് തത്വശാസ്ത്രം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ നിങ്ങളുടെ ആലോചനക്ക് വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.